JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ 2024 കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ആവർത്തിച്ച് വന്നിട്ടുള്ള നിങ്ങൾ ഈയിടെയൊക്കെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ്. നിങ്ങൾ എഴുതിയ പല പരീക്ഷയ്ക്കും കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്ത് കാരണത്താലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാം പതിപ്പ് 2024 സെപ്റ്റംബർ 28 പുനഃക്രമീകരിച്ചത്? എന്ത് കാരണത്താലാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാം പതിപ്പ് 2024 സെപ്റ്റംബർ 28 പുനഃക്രമീകരിച്ചത്? ആർക്കെങ്കിലും അറിയാവോ എന്തുകൊണ്ടാണ്, എന്ത് കാരണത്താലാണെന്ന്? വയനാട്ടിലെ ഉരുൾപൊട്ടൽ കൊണ്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാം പതിപ്പ് 2024 സെപ്റ്റംബർ 28 പുനഃക്രമീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ 2023 പതിപ്പിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിന്റെ 2023 പതിപ്പില് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയാണ്? 40ാം റാങ്ക് ആണ് അല്ലെ. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 40ാം റാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 4 വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണ അഭ്യാസം? 2024 സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 4 വരെ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് വരുണ അഭ്യാസം? ഏത് രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യയും ഫ്രാൻസും. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് വിമാനത്തിനാണ് 240 അഡ്വാൻസ്ഡ് എയറോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത്? ഏത് വിമാനത്തിനാണ് 240 അഡ്വാൻസ്ഡ് എയറോ എഞ്ചിനുകൾ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകരിച്ചത്? ഏതിനാണ്? സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ. സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരാലിമ്പിക്സില് മിക്സഡ് ടീം കോമ്പൗണ്ട് അമ്പെയ്ത്ത് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ജോഡിയുടെ പേര്? 2024 പാരാലിമ്പിക്സില് മിക്സഡ് ടീം കോമ്പൗണ്ട് അമ്പെയ്ത്ത് മത്സരത്തില് വിജയിച്ച ഇന്ത്യൻ ജോഡിയുടെ പേര് എന്താണ്? ശീതൾ ദേവി രാകേഷ് കുമാർ ആണ് 2024 പാരാലിമ്പിക്സില് മിക്സഡ് ടീം കോമ്പൗണ്ട് അമ്പെയ്ത്ത് മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ജോഡിയുടെ പേര് എന്താണ്? ശീതൾ ദേവി രാകേഷ് കുമാർ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ നിത്യശ്രീ ശിവൻ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ്? 2024 പാരീസ് പാരാലിമ്പിക്സില് നിത്യശ്രീ ശിവൻ വെങ്കലം നേടിയത് ഏത് ഇനത്തിലാണ്? ആർക്കെങ്കിലും അറിയാവോ? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സ്ത്രീകളുടെ പാരാ ബാഡ്മിന്റൺ SH6. സ്ത്രീകളുടെ പാരാ ബാഡ്മിന്റൺ SH6. അടുത്ത ക്വസ്റ്റ്യൻ. വാർഷിക വരുമാനത്തിൽ 10 ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി? വാർഷിക വരുമാനത്തില് 10 ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി ഏതാണ്? ആലോചിച്ച് നോക്കിയേ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് വാർഷിക വരുമാനത്തില് 10 ലക്ഷം കോടി കവിയുന്ന ആദ്യത്തെ കമ്പനിയായി മാറിയ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ. 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പില് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2025 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ലണ്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 5 വരെ UP-യിലെ ഏത് നഗരത്തിലാണ് 3 ദിവസത്തെ സായുധ സേനാ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്? 2024 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 5 വരെ UP-യിലെ ഏത് നഗരത്തിലാണ് 3 ദിവസത്തെ സായുധ സേനാ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഏതാണ്? ലക്നൌവിലാണ് അല്ലെ. ലക്നൗ നഗരത്തിലാണ് 3 ദിവസത്തെ സായുധ സേനാ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡൽഹിയുടെ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ്?
ധർമ്മേന്ദ്രകുമാർ ആണ് അല്ലെ, ധർമ്മേന്ദ്രകുമാർ ആണ് ഡൽഹിയുടെ ചീഫ് സെക്രട്ടറി ആയി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റില് ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമതെത്തിയത്. 2024 ഓഗസ്റ്റില് ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയിൽ ഒന്നാമത് എത്തിയത് ആരാണ്? ഗൗതം അദാനിയാണ്. ഗൗതം അദാനിയാണ് 2024 ഓഗസ്റ്റില് ഹുറൂൺ ഇന്ത്യ സമ്പന്ന പട്ടികയില് ഒന്നാമതെത്തിയത്. ഗൗതം അദാനി. അടുത്ത ക്വസ്റ്റ്യൻ. വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? മഹാരാഷ്ട്രയിലാണ് അല്ലെ, മഹാരാഷ്ട്രയിലാണ് വാധ്വൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റില് ജപ്പാനില് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? 2024 ഓഗസ്റ്റില് ജപ്പാനില് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഷാൻഷാൻ ആണ് അല്ലെ, ഷാൻഷാൻ ആണ് 2024 ഓഗസ്റ്റില് ജപ്പാനില് വീശിയടിച്ച ചുഴലിക്കാറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം ആർക്കെങ്കിലും അറിയാവോ? എന്ന് അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓഗസ്റ്റ് 30 അല്ലെ, ഓഗസ്റ്റ് 30 ആണ് അന്താരാഷ്ട്ര തിമിംഗല സ്രാവ് ദിനം. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. AG നൂറാനി. AG നൂറാനിയാണ് 2024 ഓഗസ്റ്റിൽ അന്തരിച്ച ഭരണഘടനാ വിദഗ്ധനും എഴുത്തുകാരനും നിയമജ്ഞനുമായ വ്യക്തി. AG നൂറാനി. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്ന വ്യക്തി ആരാണ്? ഡെൻസിൽ കീലർ ആണ്. ഡെൻസിൽ കീലർ. ഡെൻസിൽ കീലർ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഒക്ടോബറില് പുറത്തിറങ്ങുന്ന കായിക താരം സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകൾ. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കായിക താരം സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഏതാണ്? വിറ്റ്നസ്. വിറ്റ്നസ് ആണ് 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന കായിക താരം സാക്ഷി മാലിക്കിന്റെ ഓർമ്മക്കുറിപ്പുകൾ. വിറ്റ്നസ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ കിർഗിസ്ഥാനിൽ ഫോസിൽ കണ്ടെത്തിയ പുതിയ മാംസഭോജി ഡിനോസർ ഇനം. അടുത്തിടെ കിർഗിസ്ഥാനിൽ ഫോസിൽ കണ്ടെത്തിയ പുതിയ മാംസഭോജി ഡിനോസർ ഇനം ഏതാണ്? അൽപകാർകുഷ് കിറോക്കിസ് ആണ് അടുത്തിടെ കിർഗിസ്ഥാനില് ഫോസിൽ കണ്ടെത്തിയ പുതിയ മാംസഭോജി ഡിനോസർ ഇനം. അൽപകാർകുഷ് കിർഗോസ്കിസ് ആണ് അടുത്തിടെ കിർഗിസ്ഥാനില് ഫോസിൽ കണ്ടെത്തിയ പുതിയ മാംസഭോജി ഡിനോസർ ഇനം. വിമുക്ത ഭടന്മാരെയും കുടുംബാംഗങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി ആർക്കൊക്കെ അറിയാതെ? വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രൊജക്ട് നമൻ. പ്രൊജക്ട് നമൻ ആണ് വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഗുരുഗ്രാം. ഗുരുഗ്രാമിലാണ് ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത്. ഗുരുഗ്രാം. തന്നിരിക്കുന്നതില് ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? താഴെ തന്നിരിക്കുന്നതില് ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ ശ്രീ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി ശ്രീ മനോഹർ ലാൽ, ഓപ്ഷൻ സി ശ്രീ പീയൂഷ് ഗോയൽ, ഓപ്ഷൻ ഡി ശ്രീ ഭൂപേന്ദ്ര യാദവ്. ആരാണ് ഇതിന്റെ അകത്ത് ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ആലോചിച്ച് നോക്കിയേ. ശ്രീ നരേന്ദ്ര മോദി. ശ്രീ നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീ ജ്ഞാനേഷ് കുമാർ, ഓപ്ഷൻ ബി ശ്രീ ഹൻസിരാജ്, ഓപ്ഷൻ സി
ശ്രീ കിഷോർ മക്മാവ, ഓപ്ഷൻ ഡി ശ്രീ ശ്രേയ അറോറ. ആരാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ? ആരാണ്? എന്നാലോചിച്ച് നോക്കിയേ, ആരാണ്? ശ്രീ കിഷോർ മക്വാന. ശ്രീ കിഷോർ മക്വാനയാണ് ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തില് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. കേരളത്തില് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. ഓപ്ഷൻ എ ജ്യോതി വെങ്കടാചലം, ഓപ്ഷൻ ബി പത്മ രാമചന്ദ്രൻ, ഓപ്ഷൻ സി അന്ന ചാണ്ടി, ഓപ്ഷൻ ഡി നളിനി നെറ്റോ. ആരാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത? ആരാണ്? പത്മ രാമചന്ദ്രനാണ് അല്ലെ. പത്മ രാമചന്ദ്രനാണ് കേരളത്തില് ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യ വനിത. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ എ 1998, ഓപ്ഷൻ ബി 1989, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1984. ഏതാണ് ശരി ഉത്തരം? കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ ആരാണ്? ആർക്കെങ്കിലും അറിയാവോ? ഓപ്ഷൻ എ ഷപ്ന സുലൈമാൻ, ഓപ്ഷൻ ബി ജയശ്രീ, ഓപ്ഷൻ സി നിഭ നമ്പൂതിരി, ഓപ്ഷൻ ഡി പാർവതി ബറുവ. ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ? ആരാണ്? പാർവതി ബറുവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാൻ. പാർവതി ബറുവ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. 2024 നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി ആരാണ്? ഓപ്ഷൻ എ കെ ശൈലജ, ഓപ്ഷൻ ബി കെ രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി വി എസ് സുനിൽകുമാർ, ഓപ്ഷൻ ഡി ടി.എം. തോമസ് ഐസക്. ആരാണ്? എല്ലാവർക്കും അറിയാലേ. ബാക്കിയുള്ളവരെല്ലാവരും തോറ്റുപോയി. പക്ഷേ ഈ ബഹുമാനപ്പെട്ട മന്ത്രി മാത്രം വിജയിച്ചു. ആരാണത്? കെ രാധാകൃഷ്ണൻ അല്ലെ. ബി ആണ് ആൻസർ. കെ രാധാകൃഷ്ണനാണ് 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രി. ആരാണ്? കെ രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് എസ് മണികുമാർ, ഓപ്ഷൻ ബി ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, ഓപ്ഷൻ സി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര, ഓപ്ഷൻ ഡി ജസ്റ്റിസ് സി.ടി. രവികുമാർ. ആരാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ? ആരാണോന്ന് ആലോചിച്ചേ. ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാർ. ജസ്റ്റിസ് എസ് മണികുമാർ ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ആരാണെന്ന് അറിയാവോ? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. ഓപ്ഷൻ എ ശ്രീമതി സ്മൃതി സുബിൻ ഇറാനി, ഓപ്ഷൻ ബി ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര, ഓപ്ഷൻ സി ശ്രീ സയ്യദ് ഷഹസാദി, ഓപ്ഷൻ ഡി ശ്രീ എ അബ്ദുൾ റഷീദ്. ആരാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ? ആരാണ്? ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ശ്രീ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. ആരാണ്? ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ശ്രീ കെ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഓപ്ഷൻ സി ശ്രീ ബാലഗോപാൽ, ഓപ്ഷൻ അഡ്വക്കേറ്റ് കെ രാജൻ. ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി? ആരാണ്? അഡ്വക്കേറ്റ് കെ രാജൻ ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഇന്ത്യയില് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണെന്നറിയാവോ ആർക്കെങ്കിലും? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1951, ഓപ്ഷൻ ഡി 1952. ഇന്ത്യയില് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1950. 1950 ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. WTO നിലവിൽ വന്ന വർഷം എന്നാണ്? WTO നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ 1948, ഓപ്ഷൻ ബി 1995, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1998. ഏതാണ് വർഷം? 1995 WTO നിലവിൽ വന്ന വർഷം. ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എത്ര പേർക്കറിയാം? ലോക ബാങ്കിന്റെ മറ്റൊരു പേര്. ഓപ്ഷൻ എ IBRD, ഓപ്ഷൻ ബി IMF, ഓപ്ഷൻ സി നബാർഡ്, ഓപ്ഷൻ സി ഡി RBI. ഏതാണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? IBRD ആണ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര്.
IBRD. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആർക്കറിയാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആർക്കൊക്കെ അറിയാം? ഒന്ന് ആലോചിച്ച്. ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി ഡി സുബ്ബറാവു, ഓപ്ഷൻ സി ശക്തികാന്ത ദാസ്, ഓപ്ഷൻ ഡി രഘുറാം രാജൻ. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ? ആരാണ്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? ആരാണ് 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ബി അരുൺ ജെയ്റ്റ്ലി, ഓപ്ഷൻ സി പി ചിദംബരം, ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. ആരാണ് 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. ശ്രീ നിർമ്മല സീതാരാമനാണ് 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ഓപ്ഷൻ എ ശ്രീ ജസ്റ്റിസ് HL ദത്തു, ഓപ്ഷൻ ബി ശ്രീ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ഓപ്ഷൻ സി ശ്രീ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ഓപ്ഷൻ ഡി ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ? ആരാണ്? ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീ കെ രാജൻ, ഓപ്ഷൻ ബി ശ്രീ പി പ്രസാദ്, ഓപ്ഷൻ സി ശ്രീ ഡോക്ടർ വേണു IAS, ഓപ്ഷൻ ഡി ശ്രീ പിണറായി വിജയൻ. ആരാണ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ? ആരാണ്? ശ്രീ പിണറായി വിജയനാണ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ. ശ്രീ പിണറായി വിജയൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.